ഏതാളിയാ? ഏതാ? ഇതായിരിക്കുന്ന ഹിറ്റ്ലർ. അതാ അതിന്റെ പെണ്ണ് കാണുന്നില്ലല്ലോ. പെണ്ണിപ്പോ വരും. കഴിഞ്ഞ ആഴ്ചയും മുമ്പത്തെ ആഴ്ചയും ഞാനാ കൊടുത്തേ. ഞാനാകെ 2 കൂടെ കൊടുത്തു. അതെ, ഉടുത്ത കണക്കൊന്നും നോക്കണ്ട ഏച്ചി. ഇപ്പൊ അങ്ങ് കൊടുക്ക്. സാരി ചുറ്റി നടക്കുമ്പോ ഓർമ്മ വേണേനു തമിഴ് പൈസ പിടിക്കാൻ വരുന്നു. വേണേ പൈസ കൊടുത്തോ. പൈസ കിട്ടാണ്ട് ആള് പോവൂലേ? കൊടുക്കേ. അയാള് പോകുന്നില്ല, പോണ്ട. അടി ഉണ്ടാക്കാൻ നേരല്ലേ? ബസ് അങ്ങ് പോയാ പ്രായമുള്ള പെൺകുട്ടികളുടെ പൊരയത് പടയാന്നല്ലോ മോനെ, വെറും പടച്ചിടാന്നല്ലോ. അത് കുറച്ച് സ്ട്രോങ്. സാർ കാശ് ശരി, ഈ ആഴ്ചയും കൂടെ ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ കൊടുക്കൂല. എന്റെ കാശ് തരും. എന്നാ എന്റെ പൈസ. ഇതാ സുലു. ഇത് ரொம்ப കമ്മിയമ്മ, കട്ടുപൊടി ആവാത്. കട്ടുപ്പൊടി ആവും. ഇതിന്റെ സാരി മുഴുവനും കരിമ്പനടിച്ചതാ. മുന്താണി മുഴുവനും പൂപ്പണം പിടിച്ചിട്ട്. അപ്പൊ അത് മതി, പോ ഏട്ടാ. ഞാൻ പോയിട്ട് വരാം. അല്ല, ഞാന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാ. എന്താപ്പാ പുതിയൊരു സ്നേഹം? 46 കൊല്ലായിട്ട് ഇന്നൊരു ബൈക്കാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരുന്നത്. എന്റെ ഏട്ടാ വാ ഉള്ളരെ. അല്ല, ഞാനും വരും. നീ നടക്കുന്നല്ലേ? നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഇതാണ് അളിയ പെണ്ണ്. ഇതാണോ മോനെ ബ്രിഗേഷ്? 4ാം ക്ലാസ് തൊട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിന്റെ ഷുലു. ഉഷാറല്ലേ? ഉഷാറാ, ഉഷാറോട് ഉഷാറാ. അടീനയില്ലേ, ഞാൻ വടകര മുനിസിപ്പാലിറ്റിൻ്റെ അടുത്തുള്ള ഫാൻസി ഷോപ്പ് കാണലുണ്ട്. അതന്നെ. പക്ഷെങ്കിൽ ഇത് സെറ്റാക്കണം. സെറ്റാക്കിയേ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പം അണിഞ്ഞ് നിർത്തിക്കൊള്ളണം. പക്ഷെങ്കിൽ ഈ സെറ്റപ്പ് എല്ലാം ഒന്ന് മാറ്റണടാ. ഇങ്ങോട്ട് ലേശം കളറാക്കാം. ലേശം കളറാവല്ല. സുലു, എന്താ പ്രികേഷ്, എന്താ ഇതിന്റെ ഉദ്ദേശം? ഇനി പ്രേം നസീറിനെ പോലെ പാട്ട് പാടുന്നു, ദുൽഖർ സൽമാനെ പോലെ ഡാൻസ് കളിക്കുന്നു, നാട്ടുകാരുടെ മുമ്പിൽ ബോഡി ഷോ നടത്തുന്നു. ഇതൊക്കെ കുറെ പഴയ നമ്പറാണെന്ന് നിനക്ക് തിരിഞ്ഞിക്കില്ലേ? സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടിയേ? അത് പിന്നെ നിനക്കറിയാലോ. നീയും പോരാറിഞ്ഞിരിക്കുന്നു, ഞാനും പോരാറിഞ്ഞിരിക്കുന്നു. എൻ്റെ പോരയിൽ നിനക്ക് ആടെ 4 അനിയത്തിമാരല്ലേ? ഓരും പോരാറിഞ്ഞിക്കല്ലേ? നീ ഓല 4 ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അതല്ല സുലു, എനിക്ക് 4ാം ക്ലാസ് മുതൽ എന്നോടൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടം പെരുത്തു തോന്നിയ ദിവസം ഞാൻ എൻ്റെ കൈ കടിച്ച് പറിച്ച് ഓർക്കുന്നുണ്ടാ. അതെപ്പോ? മുത്തപ്പൻകാവിൽ വെള്ളാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ നിന്റെ മേലേക്ക് മൂത്രമൊഴിച്ച് ഓർക്കുന്നില്ലേ? ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ നല്ല കാര്യമാണ് മൃഗേഷേ. മൂത്രം ഒഴിച്ചു വെച്ച കാര്യം ഒരു കൊട്ട പൂവാറ്റം തന്ന പോലെയാന്നല്ലോ നീ പറയുന്നേ. നീ ഇപ്പൊ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നേ? സുലു, ഞാൻ ഉള്ള കാര്യം പറയാം. എനിക്ക് എന്നെ കല്യാണം കഴിക്കണം. മൃഗേഷേ, ഞാനും എൻ്റെ അനിയത്തിമാർ ഇത്രയും കാലം കല്യാണം കഴിക്കായിരുന്നു എന്തിനാണെന്നറിയോ എനിക്ക്? 10ാം ക്ലാസ് തോറ്റോനായാലും സാരില്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കല്യാണം കഴിക്കാന്. ഇനിയിപ്പോ എനിക്ക് PSCക്ക് ചേരാനൊന്നും പറ്റൂല സുലു. എന്നാ പിന്നെ മോൻ വണ്ടി കിട്ടോ. എനിക്കുള്ള വെള്ളം ഞാൻ എവിടുന്നെങ്കിലും തിളപ്പിച്ചോളാം. വിടൂല ഞാൻ. സുലു, ഡിസ്ചാർജ് വീട്ടിലെത്തിട്ടാ ഞാൻ പണിക്കോടത്ത് വിളിച്ചിക്കങ്ങളാ. എന്താണ് ഇനി നേരത്തെ പോകുന്നത്? ഞാൻ കൊറേ സ്ഥലം അങ്ങോട്ട് പോത്ത് ആടുന്ന് ഇനി ഒഴിവാക്കിയാ? ഗ്യാസിന്റെ പ്രശ്നം തീർന്നാ വരുന്നു, തീർന്നാ പോകുന്ന തിരിയുന്നില്ല. അല്ലടാ, ഇങ്ങ അതിൻ്റെ ഇതുകൊണ്ടല്ലേ തുണിപ്പൊടിയൊന്ന് ഒഴിവാക്കിയേ? ഇതിനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ചാൽ ഇനി ഒരു പണിക്ക് പോകും. കൂട്ടാനെന്നല്ലേ? ചോറിന് കൂട്ടാൻ 50 രൂപയ്ക്ക് 2 അയില മതി, നല്ല രസമുണ്ടാവും. ഞാൻ വാങ്ങിക്കില്ല. കഞ്ഞാടുണ്ട്, പപ്പടും വേണേ ചുട്ടു തിന്നോ. ഓ, ധാരാന്ന് എന്താ? ആ, പിന്നെ അല്ലാണ്ട് ഞാൻ ഉണ്ട്. ആ, ആശ്രമത്തിലേക്കല്ലേ, വെറുതെ വിളിക്കില്ല. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി വേഗം വരാട്ടാ പോയിട്ട്. ബാബുവാ, ഇന്ന ഗോപാലിന് പറ്റിയ പെണ്ണടുങ്ങണ്ട കാര്യം വെച്ച് നോക്ക്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കൂടി ചെക്കനെ തച്ച് കൊല്ലും. ഗോപാലിൽ ഇംഗാച്ചാരം തുടങ്ങി നമുക്ക് ചോറാക്കി. ആ ഗോപാലാ, ഇയാള് ചോറിനടാ. എടാ,
ഒച്ചുണ്ടാക്കേണ്ട സാധനം ഇറക്കിയിട്ട് പ്രാർത്ഥനയുടെ ടൈമാ. എടാ പിന്നെ ഇവിടെ പ്രത്യേക പൂജയുള്ള ദിവസം ഈടെ മെമ്പർഷിപ്പ് കിട്ടുമോ നോക്കണം കേട്ടാ. എടാ ബാബുവാ, ഇയ്യേ ഇന്നും കൂടെ ഇവിടെ പണിയുള്ളൂ കേട്ടോ. വൈകുന്നേരം പൈസ കണക്കൂട്ടി വാങ്ങാനുള്ളതാ. ഇജ്ജ് വെറുതെ സ്വീപ്പുണ്ടാക്കാൻ നിൽക്കരുത് കേട്ടാ. എന്നാ ഞാനിവിടെ പണിക്കൊന്നൊന്നല്ല, ബ്രിഗേഷിന് ഒരു കമ്പനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഓനെ നോക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ, നല്ലോണം നോക്കണം. ഈറ്റക്കൊക്കെ എന്താ സംഭവം? ഒരു പണിക്കും വേണ്ട, തിന്നുക പ്രാർത്ഥിക്കുക, തിന്നുക പ്രാർത്ഥിക്കുക. നല്ല ആരോഗ്യല്ലേ? അതെ, ഒരു കക്കാൻ വേണ്ടി പോകുന്നല്ലോ, വെറുതെ അല്ല എനിക്ക് പെണ്ണിട്ടാത്ത്. എല്ലാരും എടുക്ക്, എല്ലാരും എടുത്തോണ്ടോ. എല്ലാം പച്ചപ്പഴം. അടുക്കളക്കാരികളെ, അടുക്കളക്കാരികളെ, നമസ്കാരം. അതെ, നിങ്ങളിപ്പോൾ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട്? 47. 47. ഞാൻ എല്ലാവരും ഒന്നും കണ്ടിക്കില്ല. പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ? ഇല്ല, പുറത്തുനിന്ന് ആരെടുക്കും? അയ്യോ, സത്യം പറയാലോ, എനിക്ക് സന്യാസാവാൻ ഇഷ്ടം. പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല. സന്യാസിയാകുമ്പോൾ നമുക്ക് വലിയ പണിയൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടല്ല. അതെ, കുറച്ച് വെള്ളം തരുമോ? കഞ്ഞീര വെള്ളം, കുറച്ച് ഉപ്പിട്ടിട്ട് ദേശം അച്ചാറും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുടിച്ചാൽ ഒരു എനർജിയാണ്. അമ്മോ, നല്ല പൊരി. ആ അതെ, സാമ്യം പ്രശ്നം ഉണ്ടായിട്ടൊന്നല്ല. എൻ്റെ പൊരി. നോക്കടാ, 115. മിണ്ടല്ലടാ. എനക്കിപ്പോൾ പീടികയിൽ 10 റുപ്യേൻ്റെ കച്ചവടം നടക്കുന്ന ടൈമാണ്. ആ നേരത്താണ് നിൻ്റെ കൂടെ പെയിൻ്റ് വരക്കാൻ നടക്കുന്നത്. നിന്നെ ആരാ വിളിച്ചേ? എന്നോട് ഡോക്ടർ പറഞ്ഞല്ലേ എന്നെ നോക്കണമെന്ന്. നീ ചാവുന്നു എന്തല്ലോ പറഞ്ഞില്ല. എടാ, എനക്കൊരു 10 എവറിയൊത്ത് ഇങ്ങോട്ട് എടുത്താൽ മതിയേനു. ഈടെ ആകുമ്പോൾ നല്ല കച്ചവടം നടക്കും. ഈടെ ആരും ഇടുന്നില്ല എന്ന് എനക്കൊന്ന്. എന്റെ കച്ചവടം ഇവിടെ നടക്കൂല, ഇവിടെ സിസ്റ്റം വേറെയാ. വെള്ളം കുടിക്കടാ. അടിച്ചോ എന്നാ വേണ്ടേ? വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ പറ്റി? വെള്ളം വേണം. വെള്ളം എടുക്കുക, വെള്ളം എടുക്കുക. ആഹാ, ബ്രിഗേഷ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. ഞാനത് ബ്രാക്കോട്ട് വിളിച്ചു അവിടെ നിന്ന്. ഹലോ, എടാ ബ്രാക്കോട്ട് എങ്ങനെയാ ഉള്ളേ? ആ, ഞങ്ങൾ ബീവറേജില് ബ്രിഗേഷ് ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇതവിടെ ഞാൻ കൊടുക്കാം. എന്നാ അല്ല, എൻ്റെ ഫോൺ അവിടെ പോയി. ഹലോ, ഫോണ്. അയ്യോ, ഫോണ് പോയിക്ക്. ഫോണ് പോയോ? കുരിപ്പ് നീ അതും കൊണ്ടേ കളഞ്ഞാ? എന്താടാ ഈ ചിലക്കല്ലേ പോയതേ, വയറ്റ് കളിയിട്ട് വയ്യ. അത് ചോദിക്കാനാ ഞാൻ വിളിച്ചത്. നീ വയറ്റ് കളിച്ചെന്റെ ഗുളിക കഴിച്ചാ? ആ, ഹലോ ഹലോ, ഈ ചെക്കൻ അന്തും കൊന്തുമില്ല ബോധവുമില്ല. വരുന്നുണ്ടാ? ഗുളിക കുടിച്ചിട്ടില്ലടാ. എൻ്റെ ഫോൺ എടുത്തു. ഈ എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചേ. ആ വിളിച്ചാൽ